ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിക്കുന്നുണ്ട്. അതിൽ കാരണവശാൽ അംഗീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങളിൽ തന്നെ മാനേജ്മെൻറ്റിൻ്റെ അധികാരങ്ങളും മാനേജ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യമില്ല. ചില കോണുകളിൽ നിന്ന് പറയുന്നു മാനേജ്മെൻറ്റിനെ വിട്ടുവീഴ്ച ചെയ്യാൻ മാനേജ്മെൻറ്റിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ പിന്നെ ഉള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. കുറ്റം ചെയ്തവരാരായിരുന്നാലും മുഖം നോക്കാതെ കർശന നടപടി ഈ ഗവൺമെൻറ് എടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ്. ഈ കെട്ടിടത്തിലൊക്കെ ഫിറ്റ്നസ്സൊക്കെ സ്കൂൾ തുറക്കുന്ന ഘട്ടത്തിൽ തന്നെ എല്ലാം പരിശോധിച്ച് തന്നെയല്ലേ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ അബദ്ധങ്ങൾ ആവർത്തിക്കുമ്പോൾ ആ നൽകിയതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കേണ്ടി വരുമോ? ഇല്ലില്ല. ഇതിപ്പോൾ 14,000-ഓളം വരുന്ന കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണല്ലോ കൊടുക്കേണ്ടത്. അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ചില സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്ത് പുതിയ ഘട്ടത്തിൻ്റെ ചെറിയൊരു പൊക്കത്തിൻ്റെയൊക്കെ കാര്യത്തിലുള്ള ചില സംശയങ്ങളായിരുന്നു. അപ്പോൾ ബാക്കി പിന്നെ കാര്യങ്ങൾ ചെറിയൊരു കാര്യമില്ലല്ലോ. 14,000 സ്കൂളും ഇത്രയും ദൂരമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഇപ്പോൾ തന്നെ മരം നിൽക്കുന്നു ഒരു സ്ഥലത്ത്, ഒടിഞ്ഞു വീഴില്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഒടിഞ്ഞ് വീഴും, അത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നമ്മൾ പറയുന്ന പോലെ അത്ര ലളിതമല്ല. ഞങ്ങൾ കഴിഞ്ഞ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടും ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്ന പോലുള്ള കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. അത് മുഖം നോക്കാതെ തന്നെ നടപടിയെടുക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്.